ഗവൺമെൻറ് മന്ത്രി അറിയാതെ ഇതെങ്ങനെ വരും, എങ്ങനെ സംഭവിക്കും? അപ്പം മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ നിയമത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സുനിൽകുമാർ പറഞ്ഞ് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം PM ശ്രീ പദ്ധതി ഇവിടെ കൊണ്ടുവന്നല്ലോ. മന്ത്രി ആരും അറിയാതെ പോയി ഡൽഹി പോയി ഒപ്പുവെച്ചു. അതിവിടെ ശക്തമായി LDFിലുള്ള ഘടകകക്ഷികൾ തന്നെ എതിർത്തപ്പോൾ അതിന് പിന്നോട്ട് പോകേണ്ട വന്നില്ലേ എന്ന് പറഞ്ഞാൽ CA2 ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ശക്തമായി എതിർത്ത് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോട്ട് പോകും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പോകണം. ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളുടെ കൂടെ നിൽക്കേണ്ടവരല്ല. അങ്ങനെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാ പണിമുടക്കുകളും എല്ലാ സമരങ്ങളിലും CA2 ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അന്ന് വളരെ ആവേശത്തോടു കൂടി സമരം ചെയ്തവരല്ലേ BMS, ഇവിടെ ഉണ്ണിത്താൻ്റെ സംഘടന, INTUC ഉൾപ്പെടെയുള്ള അന്ന് ഞങ്ങളൊക്കെ സമരരംഗത്തുണ്ടായതല്ലേ. തൊഴിലാളി വിരുദ്ധ സമീപനം ഏത് ഗവൺമെൻറ് സ്വീകരിച്ചാലും തൊഴിലാളി സംഘടനകൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാതെ അതിനെതിരായി ശക്തമായ നിലപാടെടുക്കണമെന്നാണ് INTUCയുടെ അഭിപ്രായം. INTUC അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് INTUCക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും എനിക്ക് ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞു ഈ കോഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ആ കോഡ് വന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, തൊഴിലാളികൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു ആ കോഡിൽ കൂടി. ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അനുമതി വേണമെന്ന് വന്നിരിക്കുന്നു. ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അനുമതി വേണം. അനുമതി ഇല്ലാതെ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ ഓഫീസുകളും റെക്കോർഡുകളും ഏത് സമയത്തും പരിശോധിക്കാനും ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം സർക്കാർ കൈയടക്കി വച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം. ഈ ലേബർ കോഡിൽ കൂടി പറയുകയാണ്. കൂട്ടായ വിലപേശൽ ഇല്ലാതായിരിക്കുന്നു. ത്രികക്ഷി കൂടിയാലോചനകൾ പ്രഹസനമായിരിക്കുന്നു. സ്ത്രീ തൊഴിലാളികളുടെ ജോലി സമയം സംരക്ഷണ വ്യവസ്ഥ എടുത്തു കളഞ്ഞിരിക്കുന്നു. സ്ഥിരം തൊഴിൽ എന്ന വ്യവസ്ഥ ഒഴിവാക്കി ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് മാറ്റിയിരിക്കുന്നു. പണിമുടക്കുകൾക്കും സമരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. ഒരു സാഹചര്യത്തിലും പണിമുടക്ക് നടത്താൻ കഴിയും. ഉണ്ണിത്താൻ പറഞ്ഞില്ല പണിമുടക്കാന്ന്. പണിമുടക്കൽ സുനിൽകുമാർ പറഞ്ഞ പോലെ പണിമുടക്കുന്നവരും അകത്തു പോവും, പണിമുടക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആളുകളും അകത്തു പോവും. ജാമ്യമില്ലാതെ റിമാൻഡ് ചെയ്യും. അതാണ് ആ നിയമത്തിൽ പറയുന്നത്. പണിമുടക്കാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ കോഡ് കൂടി. അതുപോലെ കോൺട്രാക്ട് ലേബർ സിസ്റ്റം രാജ്യത്ത് വരുന്നു. പഴയ പുരാതന കാലത്തുള്ള കോൺട്രാക്ട് സിസ്റ്റത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കങ്കാണി സമ്പ്രദായത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരുന്നു. ഇതാണ് ഈ രണ്ടാമത് പറയുന്ന ലേബർ കോഡിൽ ഉണ്ടാകുന്നത്. മൂന്നാമത് പറയുന്ന ലേബർ കോഡിലാണ് അതിനകത്ത് ക്രൂരമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞു ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ണിത്താനെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ്